ഇൻറ്റൻസ് ആയിട്ടുണ്ടാവുന്ന ഒരു ആൻസൈറ്റിനെയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. പാനിക് അറ്റാക്ക് ഉണ്ടാവുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന പോലുള്ള ചില സിംറ്റംസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതിൽ ഒന്ന് ഹാർട്ട് ബീറ്റ് ഫാസ്റ്റായിട്ട് ഇരിക്കുക എന്നുള്ള റാപ്പിഡ് ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. അതുപോലെ ഭയങ്കര സ്വെറ്റിംഗ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് വേർക്കും. അതുപോലെ തന്നെ ബ്രീത്തിങ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, ശ്വാസം എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, ശ്വാസം മുട്ടൽ പോലെ അവർക്ക് ഫീൽ ചെയ്യും, ഇപ്പം മരിച്ചു എന്നുള്ള രീതിയിലുള്ള ചില ഫീലിങ്സ് അവർക്ക് ഉണ്ടാവും, തലകറക്കം ഉണ്ടാവാം, കൈയും കാലും വിറയ്ക്കാം, അങ്ങനെയൊക്കെയുള്ള പല ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിങ്സും സിംറ്റംസും അവർക്ക് ഉണ്ടാവും. പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം? 3 തരത്തിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. ഒന്ന്, അവരോട് സംസാരിച്ചിട്ട് അവരുടെ ബ്രീത്തിങ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഹെയിൽ ചെയ്യുന്നതിനെക്കാട്ടി സ്ലോയിൽ എക്സെയിൽ ചെയ്യാൻ, പുറത്തേക്ക് ശ്വാസം വിടാൻ അവരോട് പറയാം. നമ്മൾ ഗൈഡ് ചെയ്ത് അവരെ കൊണ്ട് സ്ലോ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. 2, സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും വസ്തു നമുക്ക് കിട്ടിയാൽ അത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അതിനെ ഫീൽ ചെയ്യാൻ പറയാം, സ്ലോയിൽ അതിനെ ഫീൽ ചെയ്യാൻ വേണ്ടി പറയാം. അന്നേരം ആ വിറയലും അങ്ങനെയുള്ള സംഭവങ്ങളും പതുക്കെ കുറഞ്ഞു വരും. 3, അവരോട് നമ്മളെ നോക്കി ഇരിക്കാൻ പറയാം. നമ്മളെന്നിട്ട് അവരോട് വളരെ കാമായിട്ട് സംസാരിക്കുകയും പറ്റുകയാണെങ്കിൽ ഒരു ടച്ച് കൊടുത്ത് അവരെ കംഫർട്ട് ചെയ്യുകയും ചെയ്യുക. അന്നേരം ഇങ്ങനെ ചെയ്യുമ്പോൾ പാനിക് അറ്റാക്ക് ഒന്ന് കുറഞ്ഞ് അവർ കാം ഡൗൺ ആവാൻ സാധ്യത ഉണ്ട്. എല്ലാവർക്കും ഇത് എഫക്റ്റീവ് ആവണമെന്നില്ല, പക്ഷേ 80% ആൾക്കാർക്കും ഇത് എഫക്റ്റീവായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടെങ്കിലോ വേറെ ആൾക്ക് പാനിക് അറ്റാക്ക് കണ്ടാലോ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഈ ടെക്നിക്സ് യൂസ് ചെയ്യാം.